എല്ലാവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ അതേക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്കിവിടെ ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം. ഇതിലെന്താണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം നിങ്ങളെടുക്കാം. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റ് വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും നന്ദി. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ താല്പര്യമുണ്ടെങ്കിൽ, അതിഷ്ടമാണെങ്കിൽ, അതിന് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് പെയ്ഡ് പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം. വരും. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഈ ഒരു നിമിഷം ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത്, മേ ബി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഓടി എത്തുന്നുണ്ടായിരിക്കാം. അതായത് ഒത്തിരി കാര്യങ്ങൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓടിയെത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ പ്രധാനമായിട്ടും എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, എന്നാണ് നിങ്ങളുടെ പിണക്കം മാറുക, അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതായത് എന്നാണ് നിങ്ങളുടെ പിണക്കമൊക്കെ മാറി ആ പേഴ്സണ് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ കഴിയുക, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ കഴിയുക, അതിനാണ് ആ പേഴ്സൺ കാത്തിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് ആ പേഴ്സൺ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ലഭിക്കുന്നത്. എന്തിനാണ് ആ പേഴ്സൺ കാത്തിരിക്കുന്നത്? നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടി. അതിനാണ് ആ പേഴ്സൺ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടിയെത്തുന്ന കാര്യം, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഓടിയെത്തുന്ന കാര്യമെന്ന് പറയുന്നത്, എന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുക, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുക എന്നുള്ളതാണ്. ഇപ്പോഴും മേ ബി നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു വഴക്കോ എന്തെങ്കിലും ഒരു ചെറിയൊരു പിണക്കമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഉണ്ടായ വഴക്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു പിണക്കത്തിനെക്കുറിച്ചോ ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചു എന്ന് ആ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട്. മേ ബി ആ പേഴ്സൺ അത് അറിയാമായിരിക്കാം, കാരണം അറിയാമായിരിക്കാം. എങ്കിലും ചിലപ്പോഴെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് നിങ്ങൾ ആ പേഴ്സണോട് പിണങ്ങിയത്, അല്ലെങ്കിൽ ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിൽ എന്തിനാണ് ഞാൻ പിണങ്ങാൻ പോയത്, എന്തിനാണ് ഞാൻ പിണങ്ങിയത്, ഞാൻ പിണങ്ങാൻ പാടില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് അതായത് ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങാൻ പാടില്ലായിരുന്നു എന്ന് ആ പേഴ്സൺ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ കൂടി, ആ പേഴ്സണാണ് നിങ്ങളോട് പിണങ്ങിയതെങ്കിലും അല്ല നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിലും ആ പേഴ്സൺ ചിന്തിക്കുന്നത്, അവർ എന്നോട് പിണങ്ങിയെങ്കിൽ പിണങ്ങിക്കോട്ടെ, പക്ഷേ ഞാൻ ആ പിണക്കം മാറ്റാൻ ശ്രമിക്കണമായിരുന്നു. മേ ബി ആ പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. മേ ബി നിങ്ങളാണ് പിണങ്ങിയതെങ്കിൽ ആ പേഴ്സൺ പിണക്കം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ പിണക്കം മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ആ പേഴ്സൺ ചിന്തിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി ഒന്ന് ശ്രമിക്കണമായിരുന്നു അവരുടെ പിണക്കം മാറ്റാൻ, അതായത് നിങ്ങളുടെ പിണക്കം മാറ്റാനെന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഇനി ആ പേഴ്സൺ ശ്രമിച്ചിട്ടേ ഇല്ല എന്നിരിക്കട്ടെ, അതായത് ആ പേഴ്സൺ ശ്രമിച്ചിട്ടേ ഇല്ല നിങ്ങളുടെ പിണക്കം മാറ്റാൻ. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൺ അതോർത്ത് ഇപ്പോൾ ഒത്തിരി വിഷമിക്കുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് അവരുടെ പിണക്കം മാറ്റാൻ ശ്രമിച്ചില്ല. ഇനി ആ പേഴ്സണാണ് പിണങ്ങിയതെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അവരോട് പിണങ്ങി, ഞാൻ പിണങ്ങാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആ പേഴ്സൺ ചിന്തിക്കാൻ കാരണം എന്താണെന്നറിയോ? ആ പേഴ്സണ് നിങ്ങളെ അത്രത്തോളം ഇഷ്ടമാണ്. അതുപോലെ തന്നെ ആ പേഴ്സണ് നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ പേഴ്സൺ ഇങ്ങനെയെല്ലാം ചിന്തിക്കുന്നത്. അതായത് നിങ്ങളോട് പിണങ്ങാൻ പാടില്ലായിരുന്നുവെന്നും, നിങ്ങളാണ് പിണങ്ങിയതെങ്കിൽ പോലും നിങ്ങളുടെ പിണക്കം മാറ്റിയെടുക്കാൻ ശ്രമിക്കണമായിരുന്നു എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ പിണക്കം മാറിയിരുന്നെങ്കിൽ എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു പിണക്കം മാറ്റാനായി എഫേർട്ട് ഇടാനും ആ പേഴ്സൺ തയ്യാറാണ്. പക്ഷേ ആ പേഴ്സൺ അറിയില്ല നിങ്ങളുടെ പിണക്കം മാറുമോ എന്നും, അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ
മാറുമോ എന്നും ആ പേഴ്സൺ അറിയില്ല. അതുകൊണ്ടാണ് ഈ റീഡിങ്ങിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ പേഴ്സൻ്റെ മനസ്സിലേക്ക് പ്രധാനമായിട്ടും ഓടിയെത്തുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്നാണ് മാറുക, ഇനി അത് മാറുമോ എന്നാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. അതൊന്ന് മാറാനായിട്ടാണ് ആ പേഴ്സൺ കാത്തിരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും ആ പേഴ്സൺ അറിയില്ല. എങ്കിലും അത് മാറണമെന്ന് ആ പേഴ്സൺ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ആ പേഴ്സൺ എഫേർട്ട് ഇടാനും തയ്യാറാണ്. പക്ഷേ ആ പേഴ്സൺ അറിയില്ല, ആ പേഴ്സൺ എഫേർട്ട് ഇട്ടാലും, അതായത് ആ പേഴ്സൺ അതിനായിട്ട് എഫേർട്ട് ഇട്ടാലും അത് സാധ്യമാകുമോ, അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചാലും അതിനി ഒരു അവസരം നിങ്ങൾ നൽകുമോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല. പക്ഷേ അത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത്. അതായത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ റീഡിംഗ് കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.